أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. الله تعالى പറയുകയാണ്, വൽ അസ്ർ, കാലത്തിന് തന്നെയാണ് സത്യം. കാലം ദഹർ എന്ന അറബിയിൽ പറയും, അസുർ എന്നും പറയും. ഈ കാലം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? മഹാന്മാരായ ഇമാമികൾ പറയുന്നു, ഒന്നാമതായിട്ട് കുറെ ഇതിനർത്ഥമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരേ ഒരർത്ഥമല്ല, ഒരായത്തിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരർത്ഥം പറയുന്നത് ദിവസത്തിന്റെ വൈകുന്നേരം, അതായത് നാം അസർ നിസ്കരിക്കുന്ന സമയം, ആ സമയത്തിന് തന്നെയാണ് സത്യമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹുവോട് ഫേർ ചെയ്യുകയാണ്, സത്യം ചെയ്യുകയാണ്, ഓത്ത് ചെയ്യുകയാണ്. അതിന് വേറെയും അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഇമാമികൾ. ഇമാം ബൈളാവി റളിയല്ലാഹുവിനെ പോലത്തെ മഹാന്മാർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന് നുബുവത്ത് കിട്ടിയ കാലത്തിന് തന്നെയാണ് സത്യം. നുബുവത്ത് എപ്പോഴാണ് കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40-ാമത്തെ വയസ്സിലാണ്. നമ്മുടെ അറിവിലുള്ളത് ഭൗതികമായ ലോകത്തിന്റെ നുബുവത്ത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ നബിയാണ്. എപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ നബി? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, കുന്തു നബിയ്യം വ ആദം ബൈനൽ മാഇ വത്തീൻ. ആദം നബി അലൈഹിസ്സലാം വെള്ളത്തിന്റെയും കളിമണ്ണിന്റെയും ഇടയിലായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ നബിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിന് തന്നെയാണ് സത്യമെന്ന് ഇവിടെ ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ പരിഗണിക്കാതെ, റസൂലുള്ളാഹിന്റെ പതിവ് പറയാതെ ഖുർആൻ ഒരു കാര്യവും തുടങ്ങുന്നില്ല. ഖുർആന്റെ ഏത് സ്ഥലം നോക്കിയാലും റസൂലുള്ളാഹിന്റെ ബഹുമാനമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതാൻ ഖുർആൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ വലിയ തെളിവാണ്. അല്ലാഹു പറയുന്നു, അങ്ങനെ കാലത്തിന് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്നൽ ഇൻസാന, മനുഷ്യവർഗം തന്നെ, ഹ്യൂമൻ ബീയിങ് അഥവാ മനുഷ്യവർഗം, ഈ ഹ്യൂമാനിറ്റി തന്നെ ലഫീ ഖുസ്ർ, വല്ലാത്ത നഷ്ടത്തിലാണ്, നാശത്തിലാണ്, ലോസിലാണ്. എന്നിട്ട് അല്ലാഹു അവരെ എക്സെപ്റ്റ് ചെയ്യുകയാണ്, ഇല്ലല്ലദീന ആമനു. പക്ഷെ ഈമാനുള്ള ആൾക്കാർ നഷ്ടത്തിലല്ല. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്ന ആശയം തഫ്സീർ അബ്ദുൽ മൻസൂർ ഉണ്ട്. അതുമാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു തആല പറയുന്നു, വൽ അസ്ർ ഖാല ഖസമൻ അഖ്സമ ബിഹി റബ്ബുനാ തആല. നമ്മുടെ റബ്ബാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും വല്ലാത്ത നാശത്തിലാണ്. അന്നാസ് കുല്ലുഹും, എല്ലാ ആൾക്കാരും. പിന്നെ അല്ലാഹു തആല അതിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞു. ഫഖാല, എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇല്ലല്ലദീന ആമനു, ഈമാനുള്ള ആൾക്കാർ നഷ്ടത്തിലല്ല. മലം യദഉ, പിന്നെ അല്ലാഹുവോട് ഈമാനുള്ള ആൾക്കാരെ വിടുന്നില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിക്കലാണ്. അല്ലാഹുവിലും മലായികത്തുകളിലും അല്ലാഹുവിന്റെ കിതാബുകളിലും അംബിയാ മുർസലുകളിലും അന്ത്യനാളിലും അങ്ങനെ ഖൈറും ശർറും എല്ലാം അല്ലാഹുവിനെ ഇങ്ങനെ വിശ്വസിക്കലാണ്. ഈ ആൾക്കാര് നഷ്ടത്തിലല്ല, അവർ ലാഭത്തിലാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു,
അത്രമാത്രം മതിയാവില്ല. വഅമിലു സ്വാലിഹാത്തി, അവര് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, ജമാഅത്തിന് വരുന്നു, സദഖ കൊടുക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, റമദാൻ നോമ്പ് പിടിക്കുന്നു, പരിശുദ്ധ ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജ് ചെയ്യുന്നു, കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുന്നു, അതുപോലെ നോമ്പിന്റെ മാസത്തിൽ നോമ്പെടുക്കുന്നു. ഇങ്ങനെ നല്ല കാര്യങ്ങൾ ധാരാളമായി ചെയ്യുന്നു. അതിന്റെ ശേഷം പിന്നെയും അല്ലാഹു പറയുന്നു, മൂന്നാമത്തെ കാര്യം എക്സ്ട്രയായി എന്ന് പറയുന്നു, വതവാസൗ ബിൽ ഹഖ്, അവരതാ സത്യം കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യുന്നു, കൺസൾട്ട് ചെയ്യുന്നു, അഡ്വൈസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അവർ സത്യത്തിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഇമാമികൾ ഇതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ബിൽ ഖുർആൻ, അവർ ഖുർആൻ അനുസരിച്ച് അവർ ജീവിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, ഖുർആനുള്ള കാര്യം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നോക്കുന്നു. അങ്ങനെ അല്ലാഹുമായി ബന്ധം പുലർത്തുന്ന കാര്യത്തില്, സത്യത്തിന്റെ ഹക്കിന്റെ കാര്യത്തിൽ അവർ മുൻപന്തിയിൽ നിൽക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പറയുകയാണ്, വതവാസൗ ബിസ്സബ്രി, അവർ സബർ കൊണ്ടും അവർ വസിയ്യത്ത് ചെയ്യുന്നു. സബർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യവും പടച്ച റബ്ബിൽ നിന്നാണ് വരുന്നത്. അള്ളാഹു നിശ്ചയിക്കാത്ത ഒരു കാര്യവും ലോകത്ത് സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യത്തിനെയും ലോകത്ത് ഒരാൾക്കും തടുക്കാനും പറ്റുന്നില്ല. നാം ഖൈറിലും ശർറിലും വിശ്വസിക്കുകയാണെങ്കിൽ സബർ വേണം, അവന് സബറില്ലാതെ പറ്റുകയില്ല. അപ്പൊ ഇത്തരം കാര്യം പടച്ച